ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു കൊച്ചു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. മസാല ജീരകമാണ്. കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് കുറച്ച് വെണ്ടയ്ക്കയാണ്, ഞാൻ ഒരാൾക്കുള്ള കണക്കാക്കിയുള്ള വെണ്ടയ്ക്കയാണ്, അതെടുത്ത് ചെറുതരിഞ്ഞെടുത്തിട്ടുണ്ട്. അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് തന്നെ നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഇത്രയും ആകുമ്പോഴത്തേക്കും ശകലം മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കുക. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കണം. അതിന് ശേഷം നമുക്ക് ചെറുതരിഞ്ഞ് വെച്ചിട്ടുള്ള സവാളയെ അതിനെയും കൂടി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ നമ്മൾ വറുത്തെടുക്കേണ്ടത്. എന്തെന്ന് വെച്ചാൽ അത് എല്ലാം ഒന്നുപോലെ വെന്ത് കിട്ടും. അതിലേക്ക് വേണ്ടിയാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല രുചിയാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ചില്ലി ഫ്ലക്സ് കൂടി ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇനി സ്റ്റൗവിനെ ഓഫ് ചെയ്യുക. ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഒരു സാധനം കൂടി ചേർക്കാനുണ്ട്. പകുതി നാരങ്ങയുടെ പുളിയാണ്. അതിനെ ഒന്ന് പിഴിഞ്ഞ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ പെട്ടെന്ന് 10 മിനിറ്റിന് ചെയ്യാനുള്ള ഒരു വിഴുക്ക് വരട്ടിയാണ്. ഇട്ടുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ ബൈ.